കൈറൽ ആൻഡ് അക്കൈറൽ മോളിക്യൂൾസ് എന്താണെന്ന് നോക്കാം. ആദ്യം കൈറൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കൈറൽ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ് വിച്ച് ഷോസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അതായത് ഇപ്പം നമ്മളൊരു മോളിക്യൂൾ എടുത്ത് ഇവിടെ നമ്മൾ ഡി ടാർട്ടാരിക് ആസിഡ് എടുക്കുന്നത്. ഇതിൻ്റെ തന്നെ മിറർ ഇമേജ് വരച്ചു. മിറർ ഇമേജ് വെച്ചാൽ നമ്മൾ മിററിൽ കാണുമ്പം ഈ ഒരു സൈഡ് ഇവിടെ വരും, ഈ സൈഡ് അപ്പുറം വരും. അങ്ങനെയല്ല നമ്മൾ നോർമൽ മിററിൽ കാണുന്ന ഇമേജ്. അങ്ങനെ ഡി ടാർട്ടാരിക് ആസിഡിൻ്റെ മിറർ ഇമേജ് വെച്ചാൽ നമുക്ക് എൽ ടാർട്ടാരിക് ആസിഡാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഇമേജ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്താൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം രണ്ടും ഡിഫറെൻ്റ് അല്ലേ. ഈ എച്ചിൻ്റെ എടുക്കുക OH അല്ലേ വരുന്നത്. ഇതിൻ്റെ എടുക്കുക എച്ച് ആണെങ്കിൽ ചിലപ്പോൾ അത് ഫിറ്റ് ചെയ്ത് വരട്ടെ. പക്ഷേ ആറ്റംസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും സൂപ്പർ ഇമ്പോസിബിൾ അല്ല. അതായത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജാണ് ഫോം ചെയ്യുന്നത്. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നമ്മൾ കൈറൽ മോളിക്യൂൾ എന്ന് പറഞ്ഞത്. പിന്നെ ഈ കൈറൽ മോളിക്യൂൾസിന് വേറൊരു സ്പെഷ്യാലിറ്റി പറയാം. ഇതിൽ കൈറൽ കാർബണാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ കൈറൽ സെൻറ്റർ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ ഒരു കാർബണാറ്റിന് ചുറ്റും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, ഇവിടെ OH, COH, H, വേറൊരു കാർബണാറ്റം, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായ ഒരു കാർബണിന് ചുറ്റും. അങ്ങനത്തെ കാർബണാറ്റത്തിന് നമ്മൾ കൈറൽ സെൻറ്റർ എന്ന് പറഞ്ഞത്. കൈറൽ മോളിക്യൂൾസ് പറഞ്ഞാൽ ദ മോളിക്യൂൾസ് വിച്ച് ഷോസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. വെച്ചാൽ ഒരു കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ മോളിക്യൂളിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ മിറർ ഇമേജും ആ മോളിക്യൂളും തമ്മിൽ ഫിറ്റ് ആവില്ല. അങ്ങനത്തെ ടൈപ്പ് കോമ്പൗണ്ട്സ് നമ്മൾ കൈറൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കൈറൽ മോളിക്യൂൾസ് എല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. കാരണം ഡ്യൂ ടു ലാക്ക് ഓഫ് സിമെട്രി. നമ്മൾ ഓൾറെഡി സിമെട്രി ഒക്കെ പഠിക്കുന്നില്ലേ, പോയിൻ്റ് ഓഫ് സിമെട്രി, സെൻറ്റർ ഓഫ് സിമെട്രി, പ്ലെയിൻ ഓഫ് സിമെട്രി. അങ്ങനെ നമ്മൾ ഈ കോമ്പൗണ്ട്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും അത് 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് മീൻസ് അതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു എക്സെപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ മീസോ ടാർട്ടാറിക് എടുക്കുകയാണെങ്കിൽ ടാർട്ടാറിക് ആസിഡിൻ്റെ മീസോഫോം പറഞ്ഞാൽ ഇപ്പം നമ്മൾ 2 ഈക്വൽ ഹാഫായിട്ട് നമുക്ക് ടാർട്ടാറിക് ആസിഡിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിന് മീസോ ടാർട്ടാറിക് ആസിഡ് പറഞ്ഞത്. ഇതിൻ്റെ നമ്മൾ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിലും അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് കിട്ടും. പക്ഷേ ആ മോളിക്യൂളിന് ഇറ്റ്സെൽഫ് നമുക്ക് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായതുകൊണ്ട് അത് ഈവൻ കൈറൽ സെൻറ്റർ ഉണ്ടായിട്ട് കൂടി അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അതൊരു കൈറൽ കോമ്പൗണ്ടും അല്ല, അത് അക്കൈറലായിട്ട് മാറുകയും ചെയ്യും. അതൊരു എക്സെപ്ഷനാണ്. ഓക്കെ, ഇത് അക്കൈറലിന് എക്സാമ്പിളാണ്. ഇനി അക്കൈറൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അക്കൈറൽ മോളിക്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കൈറൽ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ് വിച്ച് ഷോസ് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. നമ്മൾ അതിൽ പറഞ്ഞു ആ കൈറലിൽ പറഞ്ഞു മോളിക്യൂളിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ മിറർ ഇമേജ് ഈ മോളിക്യൂളിൻ്റെ മുകളിൽ വെച്ചാൽ അത് ഫിറ്റ് ആവില്ല. പക്ഷേ അക്കൈറലാണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് ഈ ആക്ച്വൽ മോളിക്യൂളിലേക്ക് വെച്ചാൽ അത് കറക്റ്റ് ഫിറ്റ് ആവും. കാരണം അത് രണ്ടും സെയിം അല്ലേ. ഇപ്പം ഇതിങ്ങനെ മുകളിൽ വെക്കുകയാണെങ്കിൽ CL എടുക്കുക തന്നെ CL വരും, മുകളിലും CL തന്നെ, താഴെ OH അത് കറക്റ്റ് ഫിറ്റ് ആവും. അങ്ങനെ മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആവുന്ന മിറർ ഇമേജ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് നമ്മൾ പറയുന്നതാണ് അക്കൈറൽ മോളിക്യൂൾ. ഇതിൽ ചിലപ്പം കൈറൽ സെൻറ്റർ ഉണ്ടാവാം, ചില സമയത്ത് കൈറൽ സെൻറ്റർ ഉണ്ടായിട്ട് കൂടി അത് അക്കൈറൽ ആവാറുണ്ട്. പിന്നെ ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. കാരണം ഇതിന് ഒരു സിമെട്രി ഉണ്ടാകും. ഇതിന് 2 ഈക്വൽ ഹാഫ് ആയാലും സെയിം തന്നെയല്ലേ. ഇവിടുന്ന് ഡയറക്റ്റ് ഹാഫ് ആക്കാം, 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് ആ ഒരു കോമ്പൗണ്ടിന്. അതുകൊണ്ട് തന്നെ ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. എല്ലാ അക്കൈറൽ മോളിക്യൂൾസും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി. ഓക്കെ, ഇൻ എക്സാമ്പിളാണ് ഡൈക്ലോറോ 1,2-ethene ഡയോൾ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കൈറൽ മോളിക്യൂൾസ് ആണെങ്കിൽ അത് അസിമെട്രിക് മീൻസ് അത് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അക്കൈറൽ സിമെട്രിക് ആണ്. ആ ഒരു മോളിക്യൂളിനെ നമുക്ക് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ കാണിച്ച ഡൈക്ലോറോ 1,2-ethene ഡയോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ മീസോ ടാർട്ടാറിക് ആസിഡ്. ഇനി വേറെ ഡിഫറൻസ് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരും കൈറലാണെങ്കിൽ. അക്കൈറലാണെങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. മീൻസ് ആ മിറർ ഇമേജസ് ഫിറ്റ് ആവും. ഇതിലാണെങ്കിൽ മിറർ ഇമേജസ് ഫിറ്റ് ആവില്ല. ഇനി കൈറൽ മോളിക്യൂൾസ് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. കാരണം അതിന് സിമെട്രി മീൻസ് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അക്കൈറൽ മോളിക്യൂളിലാണെങ്കിൽ അതിന് സിമെട്രി ഉണ്ട്, അതുകൊണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. അതുകൊണ്ട് അതിന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനാവുന്ന ആ ക്യാപ്പബിലിറ്റിനെ നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മിറർ ഇമേജ് ഓഫ് എ കരൽ മോളിക്യൂൾസ് എ ഡിഫറെൻറ്റ് മോളിക്യൂൾ. അത് പറഞ്ഞില്ലേ, ഡിഫോമിൻ്റെ മിറർ ഇമേജ് എൽ ഫോം അല്ലേ, അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്. ബട്ട് അക്കേറയിലേക്ക് വരുമ്പം മിറർ ഇമേജ് ഓഫ് ആ മോളിക്യൂളിൻ്റെ മിറർ ഇമേജും ആ മോളിക്യൂളും സെയിം ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്